വ്യാജ ഓൺലൈൻ ലോൺ തട്ടിപ്പ്. ബീഹാർ സ്വദേശി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ. ഓൺലൈനിലൂടെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ചു നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തിന് ബാങ്ക് അക്കൌണ്ട് എടുത്തു നൽകിയ ബീഹാർ ഗയ സ്വദേശി പ്രകാശ് മാഞ്ചിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തു. ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഡോക്യുമെന്റേഷനോ മറ്റ് നൂലാമാലകളോ ഒന്നുമില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ചു നൽകാം എന്ന് ഫേസ്ബുക്കിൽ പരസ്യം നൽകുകയും പിന്നീട് പരസ്യ ലിങ്കുകളിൽ ആവശ്യക്കാർ തൊടുന്നതോടുകൂടി വാട്സ്ആപ്പ് ലിങ്ക് ആക്റ്റീവ് ആവുകയും തുടർന്ന് SMS സന്ദേശം ജനങ്ങളിലേക്ക് അയക്കുകയാണ് തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടുന്നതിനായി ഒരു ഫോൺ നമ്പറും നൽകും. പ്രസിദ്ധമായ ധനകാര്യ സ്ഥാപനങ്ങളോട് സാമ്യമുള്ള പേരിനൊപ്പം നൽകുന്ന ഈ ഫോണിലേക്ക് തിരികെ വിളിക്കുന്നവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇവരോട് നയത്തിൽ സംസാരിക്കുകയാണ് തട്ടിപ്പുകാർ ചെയ്യുക. അതിനുശേഷം ലോൺ പ്രോസസിംഗ് ഫീസ്, നികുതി, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫീസ്, ചെറിയ ഫീസ് ഈടാക്കി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ തുകകളായി തട്ടിപ്പുകാർ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കും. വിശ്വാസ്യത വരുത്തുന്നതിനായി ലോൺ പാസാക്കി എന്ന് പറഞ്ഞ് രേഖകളും തോന്നിപ്പിക്കുന്ന സന്ദേശം ഇടപാടുകാരന് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം വിശ്വസിച്ച് ചെറിയ തുകകളായി ഇടപാടുകാർ ഓരോ തവണയും തട്ടിപ്പുകാർക്ക് പണം കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ബിസിനസ് മന്ദീഭവിച്ചതും ജോലികൾ നഷ്ടപ്പെട്ട് വരുമാനം നിലച്ച അത്യാവശ്യക്കാരാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ വലയിൽ കൂടുതലും വീണത്. വഴിക്കടവ് നാരോക്കാവ് സ്വദേശിയായ യുവതിയെ ഇത്തരത്തിൽ ഉടനടി ലോൺ നൽകാം എന്നും കുറഞ്ഞ പലിശയ്ക്ക് 1 ലക്ഷം രൂപ ലോൺ നൽകാം എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയ കാര്യത്തിന് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ASP കിരൺ IPSന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിൽ നിന്നും പിടിയിലാവുന്നത്. ഇത്തരത്തിൽ സിം കാർഡുകളും അക്കൗണ്ടുകളും വിതരണം ചെയ്യുന്നതിന് ബീഹാർ കേന്ദ്രീകരിച്ച് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും അത്തരം സംഘത്തിലുള്ള ആളെപ്പറ്റിയും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ സംഘങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ ചതിയിൽപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നതിൽ ഭൂരിഭാഗവും. ഇവർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് ഇടപാടുകാരോട് സംസാരിച്ചിരുന്നത്. അതിനാൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി മുന്നറിയിപ്പ് നൽകാറുണ്ട്. വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് എടുത്ത് നൽകിയത്. പരാതിക്കാരിക്ക് പണം നഷ്ടപ്പെട്ട സമയം സൈബർ ക്രൈം പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1930 വിളിക്കുകയും പോലീസ് പ്രസ്തുത അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അന്വേഷണ സംഘം ബീഹാറിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ അക്കൗണ്ട് ഫ്രീസായ വിവരം പ്രതി മനസ്സിലാക്കുകയും പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കി പ്രതി ബീഹാറിൽ നിന്നും മുങ്ങുകയുമായിരുന്നു. പിന്നീട് ഗയ സൈബർ പോലീസും ജില്ലയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിലുണ്ടെന്ന് വിവരം ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിന്തുടർന്ന് ബീഹാറിൽ നിന്നും ചെന്നൈയിൽ എത്തുകയും 200ഓളം ഫാക്ടറികളിലായി 1 ലക്ഷത്തിലധികം ബീഹാർ സ്വദേശികൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്ന ഏരിയകളിലും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ മനോജ് കെ, പോലീസുകാരായ അനു മാത്യു, ബിജു കെ, പ്രദീപ് EG, വിനീഷ് മാന്തുടി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. തട്ടിപ്പിൽപ്പെടാതിരിക്കുന്നതിന് എടുക്കേണ്ട മുൻകരുതലുകൾ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. മൊബൈൽ SMS, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ എന്നിവയിലൂടെ എത്തുന്ന സന്ദേശങ്ങളോട് സൂക്ഷ്മതയോടെ പ്രതികരിക്കുക. ഓൺലൈൻ ബാങ്കിംഗ്, ഷോപ്പിംഗ് ഇടപാടുകളിൽ പരമാവധി ജാഗ്രത പുലർത്തുക. വ്യക്തിഗത വിവരങ്ങൾ, ഒറ്റത്തവണ പാസ്വേഡുകൾ തുടങ്ങി സ്വകാര്യ വിവരങ്ങൾ ആരുമായും പങ്കിടരുത്. ആകർഷകമായ വാഗ്ദാനങ്ങളിൽ മോഹിച്ച് ഓൺലൈൻ ഇടപാടുകളിൽ ഏർപ്പെടരുത്. തട്ടിപ്പിന് ഇരയായാൽ ഏതു സാഹചര്യത്തിലും 24 മണിക്കൂറും സഹായത്തിനായി 1930 എന്ന നമ്പറിൽ വിളിക്കുക. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.